ॐ जटाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 17. ശ്രീ നാമാനന്ദനെ കാണുന്നത്. ഞാൻ കുരുംഗഡ്ഡയിലേക്കുള്ള യാത്രയിലായിരുന്നു. വഴിക്ക് അഴിഞ്ഞുലഞ്ഞ തലമുടിയും വികൃത ശബ്ദത്തിലുള്ള ചിരിയുമായി ഒരു സ്ത്രീ എൻ്റെ നേരെ വരുന്നത് കണ്ടു. അവർ മനോനില തെറ്റിയവളായി എനിക്ക് തോന്നി. അവർ എൻ്റെ നേരെ വേഗത്തിൽ വന്നുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. 2 പേർ കയ്യിൽ വടിയുമായി അവരെ പിന്തുടർന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. സ്ത്രീ ഓടി വന്ന് എൻ്റെ കാലിൽ വീണു. പിന്നിൽ വരുന്ന ആ പുരുഷന്മാരിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഇതെല്ലാം എനിക്ക് കുഴക്കുന്ന കാര്യമായിരുന്നു. ദുർബലനും നിർധനനുമായ ഒരു ബ്രാഹ്മണൻ അപരിചിതമായ ഒരു സ്ഥലത്ത് അപരിചിതരിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിക്കുക? ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞുപോയി. അമ്മേ, ഭയപ്പെടേണ്ട. ശ്രീപാദൻ നിങ്ങളെ ആ തെമ്മാടികളിൽ നിന്ന് തീർച്ചയായും രക്ഷിക്കും. ഒരു ഭയവും വേണ്ട, എഴുന്നേൽക്കൂ. ആ അപരിചിതർ എന്നെ അത്ഭുതത്തോടെ നോക്കി. തങ്ങളെ നേരിടാനുള്ള കഴിവില്ലാത്ത ഇയാൾ തങ്ങളെ തെമ്മാടികളെന്ന് പറയുന്നു. ഈ സ്ത്രീയെ രക്ഷിക്കാമെന്ന് ദൃഢവിശ്വാസത്തോടെ വാക്കുകൊടുക്കുന്നു. അവർ താക്കീത് നൽകി. ദുർബലനായ ബ്രാഹ്മണ, ദുരാചാരിണിയായ ഈ സ്ത്രീയെ ഞങ്ങൾ കൊല്ലും. നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല. ഞങ്ങളെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെയും കൊല്ലും. മര്യാദയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ. ഏതോ ഗൂഢശക്തി എന്നിലേക്ക് പ്രവേശിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആലോചിക്കാതെ തന്നെ എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ അനായാസം പുറത്തു വന്നു. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടുന്ന വാക്കുകളായിരുന്നു അവ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണരായി ജനിച്ചു. എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ ഒരു പശുവിനെ കൊന്നു. നിങ്ങൾ അതിൻ്റെ മാംസം തിന്നു, കള്ളും കുടിച്ചു. നിങ്ങൾ സകല കുൽസിത കർമ്മങ്ങളും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് എന്നെയോ ഈ നിരപരാധിയായ സ്ത്രീയെയോ കൊല്ലുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ എന്തിനും തയ്യാറാണ്. നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ സ്ത്രീയെ കൊന്നാൽ നിങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിക്കും. കുഷ്ഠരോഗം ഉള്ളവർക്ക് കാമാർത്തി ഉണ്ടാകും. ഒരു കുഷ്ഠരോഗിയെ പാമ്പ് കടിക്കുകയില്ല. പാമ്പിൻ വിഷം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മരുന്നുകൊണ്ട് കുഷ്ഠം ഭേദമാക്കുവാൻ കഴിയും. എന്നാൽ അധികമാർക്കും ആ മരുന്ന് നിർമ്മിക്കുവാൻ അറിയുകയില്ല. കാമത്തെ നിയന്ത്രിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ രോഗം മാറും. രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെടുന്ന ഈ രോഗം ഉണ്ടാകുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സ്ത്രീയെ കൊല്ലാം. നിങ്ങളുടെ നന്മയെ കരുതിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ വാക്കുകൾ കേട്ട് അപരിചിതർ തകർന്നുപോയി. അത്യത്ഭുതം! ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കഴിഞ്ഞകാല ചെയ്തികളെ കൃത്യമായി പരാമർശിച്ചതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രവചനങ്ങളും കൃത്യമായി ഫലിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവർ തങ്ങളുടെ തെറ്റുകൾ സമ്മതിച്ചു. ജ്യോത്സ്യത്തെക്കുറിച്ച് ഞാൻ തികച്ചും അജ്ഞനാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയ ജ്യോത്സ്യനായി. അടുത്തുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ ഞങ്ങൾ ഇരുന്നു. അവരെക്കുറിച്ച് വിസ്തരിച്ച് പറയുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ശ്രീമാൻ, അങ്ങ് ത്രികാലജ്ഞാനിയാണ്, സർവജ്ഞനാണ്. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾ സഹോദരന്മാരാണ്. ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവരാണെങ്കിലും ഞങ്ങൾ ഗോമാംസം ഭക്ഷിച്ചു. ബ്രാഹ്മണധർമ്മങ്ങൾ ഞങ്ങളിൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഗോമാംസം ഭക്ഷിക്കുന്നവരുമായി ഞങ്ങൾ സൗഹൃദമുണ്ടാക്കി. മദ്യപാനം ശീലിച്ചു. വ്യഭിചാരവും തുടങ്ങി. എല്ലാ ദുരാചാരങ്ങളോടും കൂടി ഞങ്ങൾ സർവഭ്രഷ്ടരായി. ഈ സ്ത്രീ ഒരു കുന്നിൻ മുകളിൽ പത്മാസനത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവരോട് ഞങ്ങളുടെ ആഗ്രഹം വെളിപ്പെടുത്തി. അവർ നിരാകരിച്ചു. ഞങ്ങളുടെ കാമാവേശത്തെ തൃപ്തിപ്പെടുത്തുവാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവരെ ബലാത്കാരമായി അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ ഞങ്ങൾ അവരെ പിടിച്ചപ്പോഴെല്ലാം അവർ വഴുതി രക്ഷപ്പെട്ടു. ഞങ്ങൾ അവരെ വേട്ടയാടുകയായിരുന്നു. ഞങ്ങളുടെ പൂർവ്വപുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും നിശ്ചയിക്കുവാനുള്ള വിവേചനശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല വഴിക്ക് നടക്കുകയാണെങ്കിൽ നന്മയുണ്ടാകും. ചീത്ത വഴിക്കാണ് പോകുന്നതെങ്കിൽ ചീത്ത ഫലം അനുഭവിച്ചേ മതിയാകൂ. ഈ അമ്മ ഒരു സദാചാരിണിയായി എനിക്ക് തോന്നുന്നു. നിങ്ങളിവരെ ഒരു ദുരാചാരിണിയായി തെറ്റിദ്ധരിച്ചു. അത്രയുമല്ല, നിങ്ങൾ അവരെ ഏറ്റവും നിന്ദ്യമായ ആഗ്രഹങ്ങളോടെ സമീപിച്ചു. ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കുന്നു.
ദൈവം നിങ്ങളോട് ക്ഷമിക്കുമോ എന്നെനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത നൽകുകയാണ്. ത്രിലോക ആരാധ്യനും ത്രിമൂർത്തികളുടെ മൂർത്തിമദ്ഭാവവുമായ ശ്രീദത്തൻ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനായി ഭൂമിയിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദിവ്യചരണങ്ങളല്ലാതെ മഹാപാപികളെ ഉദ്ധരിക്കുവാൻ വേറെ ഉപായമൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ പല ദിവ്യലീലകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലമായ കുരുംഗഡ്ഡയിലേക്ക് പോവുകയാണ്. അമ്മേ, ഇനി നിങ്ങളുടെ കഥ പറയൂ. അവർ പറഞ്ഞു തുടങ്ങി. ശ്രീമാൻ, ഈ പാപികളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങ് എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്. ഞാൻ ഒരു സദ്ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ദൗർഭാഗ്യത്തെ എങ്ങനെ വിവരിക്കും? എൻ്റെ ഭർത്താവ് ഒരു ഷണ്ഡനായിരുന്നു. അദ്ദേഹം എപ്പോഴും എന്നെ ശല്യപ്പെടുത്തും. യുവത്വത്തിൻ്റെ മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിനെ ദൈവമായി കരുതി ഞാൻ സേവിച്ചു. അദ്ദേഹം ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന ലൈംഗിക വൈകൃതമുള്ളവനായിരുന്നു. എനിക്ക് അന്യപുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കും. എല്ലാ സുമംഗലികളും ചെയ്യുന്നത് പോലെ ഞാൻ പുഷ്പങ്ങളും മാലകളും അണിഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി ജാരന്മാരെ കാത്തിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തും. അലങ്കാരമൊന്നും വേണ്ടെന്ന് വെച്ചാൽ എന്താണ് വിധവയെപ്പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഗൃഹത്തിലെ കുട്ടികളെ ലാളിച്ചാൽ തനിക്ക് കുട്ടികളില്ലെന്ന ദുഃഖം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ മിതമായി ഭക്ഷണം കഴിച്ചാൽ അത്യാർത്തിയുള്ളവളാണെന്നും തിന്നു മുടിക്കുകയാണെന്നും പറയും. കുറച്ചു കഴിച്ചാൽ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ മതിയാവോളം തരുന്നില്ലെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഉപവാസം എടുത്താൽ ഭർത്താവിനെ ഇല്ലാതാക്കാനായി ഏതോ മന്ത്രം ജപിച്ച് ദേവതകളെ പ്രീതിപ്പെടുത്തുകയാണ് എന്ന് പറയും. അദ്ദേഹം എന്നെ മാനസികമായി അത്യധികം പീഡിപ്പിച്ചിരുന്നുവെങ്കിലും ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് എതിരായി ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഒരു നരകം എങ്ങനെയാണെന്ന് ആ ഗൃഹത്തിലെ അനുഭവം കൊണ്ട് ഞാൻ അറിഞ്ഞു. ഇപ്രകാരം കാലം ദുരിതമയമായി മുന്നോട്ട് നീങ്ങി. ഇക്കാലത്ത് മന്ത്രതന്ത്രശാസ്ത്ര നിപുണനായ ഒരാൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അദ്ദേഹത്തിന് ജ്യോതിർശാസ്ത്രത്തിലും വിശേഷ പാണ്ഡിത്യമുണ്ടെന്ന് പ്രചാരമുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ചില കണക്കുകൂട്ടലുകൾക്ക് ശേഷം അതിവിചിത്രമായ പൂജകൾ നടത്തി. എൻ്റെ ജാതകം ദോഷജാതകമാണെന്നും അതിൽ അമംഗളകരമായ പല യോഗങ്ങളും ഉണ്ടെന്നും അതുകൊണ്ടാണ് ഭർത്താവ് നപുംസകമായതെന്നും എന്നെ ഗൃഹത്തിൽ നിന്ന് പുറത്താക്കിയാൽ ദോഷകരമായ ഫലങ്ങളെല്ലാം ഇല്ലാതാകുമെന്നും താൻ ചെയ്ത മന്ത്രതന്ത്രങ്ങളും പൂജകളും പ്രയോജനം നൽകുമെന്നും എൻ്റെ ഭർത്താവ് പുരുഷത്വം വീണ്ടെടുക്കുമെന്നും ഇനിയൊരു വിവാഹം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിസ്സഹായയായ ആ സ്ത്രീ തുടർന്നു. ഒരു ദയയുമില്ലാത്ത എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും മറ്റു കുടുംബ അംഗങ്ങളും കൂടി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഗത്യന്തരമില്ലാതെ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ പുറപ്പെട്ടു. വഴിക്ക് ആ വ്യാജമാന്ത്രികൻ എന്നെ തടഞ്ഞു നിർത്തി. എന്നെ തൻ്റെ നിന്ദ്യമായ കാമവികാരത്തിന് ഇരയാക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. ഞാൻ ക്രോധാവേശം കൊണ്ട് ഭദ്രകാളിയെ പോലെയായി. ഞാൻ അടുത്ത് കണ്ട ഒരു വലിയ കല്ലെടുത്ത് എൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് അയാളുടെ നേരെ എറിഞ്ഞു. കല്ല് ശക്തമായി അയാളുടെ തലയ്ക്ക് തട്ടി. അയാൾ ഉടൻ മരിച്ചു. എൻ്റെ ദൈവമേ, ഒരു സ്ത്രീയായ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ ഒരു ബ്രാഹ്മണനെ കൊന്നു. എൻ്റെ മനസ്സ് മരവിച്ചു. അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയാലും എനിക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അവർ രണ്ടുപേരും എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചാലും എൻ്റെ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും സ്നേഹപൂർവ്വം പെരുമാറിക്കൊള്ളണമെന്നില്ല. ഞാൻ ആ വ്യാജ മന്ത്രവാദിയെ കൊല്ലുന്നത് സാധാരണക്കാരായ പലരും കണ്ടു. പക്ഷേ അയാളുടെ കാപട്യം അവർക്ക് അറിയില്ല. ഇത്തരത്തിലുള്ള വാർത്ത പെട്ടെന്ന് നാലുപാടും പരക്കുന്നു. എന്നെ എൻ്റെ വിധി എവിടേക്ക് നയിക്കുന്നുവോ അവിടേക്ക് ഞാൻ പോകും. ഈ ചിന്തയോടെ പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ ഞാൻ നടന്നു. അല്പസമയത്തിനുള്ളിൽ ഞാൻ ഒരു തടാകം കണ്ടു. എനിക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. മതിയാവോളം വെള്ളം കുടിച്ചു. തടാകക്കരയിൽ ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അത്തിവൃക്ഷം ശ്രീ ദത്തപ്രഭുവിന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കൊരു മയക്കം വന്നു. ഞാൻ ആ വൃക്ഷച്ചുവട്ടിൽ ഗാഠനിദ്രയിൽ അമർന്നു. കുറേ കഴിഞ്ഞ് ഞാൻ ഉണർന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്നു. എൻ്റെ രണ്ടു ഭാഗത്തും കാവൽക്കാരായി ഓരോ നാഗങ്ങളുണ്ടായിരുന്നു. ഞാൻ അവയെ തൊഴുതു നമിച്ചു. എൻ്റെ പ്രാർത്ഥന മാനിച്ചിട്ടെന്ന പോലെ അവ എവിടേക്കോ പോയി. ഞാൻ പാടി, ദത്ത ദിഗംബര ദത്ത ദിഗംബര, ജയ ഗുരു ദത്ത ദത്ത ദിഗംബര. സ്മരണം മാത്രം കൊണ്ട് ശ്രീ ദത്തഭഗവാൻ സന്തുഷ്ടനാകുമെന്നും ഭക്തന്മാരെ സംരക്ഷിക്കുമെന്നും പ്രായം ചെന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് അത്തിവൃക്ഷത്തിൻ്റെ തണലുമുണ്ട്. ഞാൻ ദത്തപ്രഭുവിൻ്റെ കൃപയാകുന്ന കുടക്കീഴിലാണ് ഉള്ളതെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു.
ഒരു വഴിപോക്കൻ എൻ്റെ പാട്ട് അതിൽ ലയിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അയാളും ഔദുംബര വൃക്ഷത്തണലിൽ നിൽക്കുകയായിരുന്നു. എനിക്ക് ഭയമായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനെ ഇവിടെ നിന്ന് പോകൂ, പോയില്ലെങ്കിൽ ഞാൻ ഒരു വലിയ കല്ലെടുത്ത് അതുകൊണ്ട് നിങ്ങളെ കൊല്ലും. ഒരു വ്യാജ മന്ത്രവാദിയെ ഞാൻ അല്പസമയത്തിന് മുമ്പ് കൊന്നതേ ഉള്ളൂ. അതിന് അയാൾ തൊഴുതുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, അമ്മേ, എൻ്റെ പേര് രവിദാസു. ഞാനൊരു അലക്കുകാരനാണ്. ഞാൻ ദത്തഭക്തനാണ്. കുരുവപുരത്ത് താമസിക്കുന്നു. ശ്രീ ഗുരുദത്തൻ ഭൂലോകത്തെ പാവനമാക്കുവാനായി ശ്രീപാദ ശ്രീവല്ലഭനാമത്തിൽ കുരുവപുരത്ത് വിരാജിക്കുന്നു. അദ്ദേഹം താൻ ഈ ഭൂലോകത്തിൽ അവതരിച്ചു എന്ന ശുഭവാർത്ത അസാധാരണമായ പല ലീലാവിശേഷങ്ങളിലൂടെ വിദൂര സ്ഥലങ്ങളിലുള്ള ദത്തഭക്തരെ അറിയിക്കുകയാണ്. അത് അനുഭവങ്ങളിൽ കൂടി മാത്രം അറിയേണ്ടതാണ്. ഞാനിപ്പോൾ കുരുവപുരത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. ചില ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചതിന് ശേഷം ഞാനിപ്പോൾ കുരുവപുരത്തേക്ക് മടങ്ങുകയാണ്. ഞാൻ പ്രത്യുത്തരം കൊടുത്തു, എനിക്ക് നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ പറയുന്ന ശ്രീപാദ ശ്രീവല്ലഭൻ ആരാണെന്നത് എനിക്ക് വിഷയമല്ല. അദ്ദേഹം സാക്ഷാൽ ദത്തസ്വാമിയാണ് എങ്കിൽ നിരാലംബയായ എന്നെ തൻ്റെ ചരണങ്ങളിലേക്ക് ആകർഷിച്ച് രക്ഷിക്കുമായിരുന്നു. താൻ സാക്ഷാൽ ദത്തനാണെന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നാമം ചൊല്ലുകയില്ല. ഞാൻ ദത്തനാമം മാത്രമേ ജപിക്കുകയുള്ളൂ. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ആപത്തുണ്ടാകും. മറ്റൊരു വാക്കുപോലും പറയാതെ അയാൾ ദത്തദിഗംബര ദത്തദിഗംബര ശ്രീപാദവല്ലഭ ദത്തദിഗംബര എന്ന് പാടിക്കൊണ്ടുപോയി. പിന്നീട് ഒരു കുന്നിൻ മുകളിൽ ഞാൻ പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് ഈ തെമ്മാടികൾക്ക് ഇരയായത്. അങ്ങ് എന്നെ ഇവരിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, ശ്രീപാദൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഈ സൃഷ്ടിയിൽ അദ്ദേഹം അന്തര്യാമിയായി ഇല്ലാത്ത ഒരു ദേശവുമില്ല. അദ്ദേഹം അറിയപ്പെടാത്ത ഒരു കാലവും ഇല്ല. കാര്യകാരണ ബന്ധത്തോടെ ഈ സൃഷ്ടിയിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ കാലങ്ങളിൽ വിവിധ സംഭവങ്ങൾ നടക്കുന്നു. എല്ലാ കാരണങ്ങളുടെയും മഹാകാരണമാണ് അദ്ദേഹം. വിവിധ സ്ഥിതികളിലുള്ള ജീവികൾക്ക് അദ്ദേഹം പരിണാമ നിമിത്തമാകുന്നു. വിവിധ ദേശങ്ങളിലെ വിവിധ സംഭവങ്ങൾക്ക് കാരണമാകുന്നു. കാരണമില്ലാതെ കാര്യം സൃഷ്ടിയിൽ ഉണ്ടാകില്ല. ശ്രീപാദൻ നിർഗുണനോ സഗുണനോ നിരാകാരനോ സാകാരനോ ഈ സ്ഥിതികൾക്കെല്ലാം അതീതനോ എന്ന് ആർക്കും അറിയുകയില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. നാം ശ്രീപാദ ശ്രീവല്ലഭ നാമം ജപിച്ചാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അതിനുശേഷം ആ ബ്രാഹ്മണ സഹോദരന്മാരുടെയും സുശീല എന്നു പേരായ ആ യുവതിയുടെയും കൂടെ ഞാൻ കുരുംഗഡ്ഡയിലേക്ക് യാത്ര തുടർന്നു. എല്ലാവരും ശ്രീദത്തനാമവും ശ്രീപാദനാമവും ചൊല്ലിക്കൊണ്ട് നടന്നു. കാണികൾക്ക് ഞങ്ങൾ ഒരു ഭജനവൃന്ദമാണെന്ന് തോന്നിയിട്ടുണ്ടാകും. യാത്രാമധ്യേ നാമാനന്ദൻ എന്ന ഒരു മഹാത്മാവിൻ്റെ ആശ്രമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ശ്രീദത്തൻ ചണ്ഡാലവേഷത്തിൽ നാമാനന്ദനെ അനുഗ്രഹിക്കുന്നത്. ശ്രീ നാമാനന്ദൻ ത്രികാലജ്ഞാനിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം ഞങ്ങളെ സാദരം സ്വാഗതം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പേര് മായണാചാര്യൻ എന്നാണ്. എൻ്റെ പേര് സായണാചാര്യൻ. ഞങ്ങൾ ഭരദ്വാജ ഗോത്രമാണ്, വൈഷ്ണവരാണ്. സന്യാസ ദീക്ഷ സ്വീകരിച്ചതിനു ശേഷം ഞാൻ നാമാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. തീവ്രമായ വൈരാഗ്യത്തോടെ ഞാൻ ഉത്തരഭാരതത്തിലെ എല്ലാ പുണ്യക്ഷേത്രങ്ങളും സിദ്ധക്ഷേത്രങ്ങളും സന്ദർശിച്ചു. എന്നെ സമുദ്ധരിക്കുവാനായി ഒരു സദ്ഗുരുവിനെ അന്വേഷിച്ചുള്ള യാത്രാമധ്യേ ഞാൻ പീഠികാപുരത്ത് എത്തിച്ചേർന്നു. വൈഷ്ണവരായതുകൊണ്ട് ഞങ്ങൾക്ക് ശിവാരാധന സമ്മതമല്ല. ഞങ്ങൾ ആചാരങ്ങളിലും വിശുദ്ധിയിലും കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. കുന്തി മാധവ ദർശനത്തിനു ശേഷം പുറത്തു വരുമ്പോൾ ഞാനൊരു ചണ്ഡാലനെ കാണാനിടയായി. ആ സമയത്ത് ഒരു ചണ്ഡാലനെ കാണുക എന്നത് അസഹ്യമായിരുന്നു. അതുമാത്രമല്ല, അയാൾ എൻ്റെ അടുത്ത് വന്ന്, നാമാനന്ദ, എനിക്ക് ഗുരുദക്ഷിണ സമർപ്പിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ അമ്പരന്നു പോയി. നഗരമധ്യത്തിൽ നടക്കുന്ന ഈ വിചിത്ര സംഭവം എല്ലാവരും കാണുകയാണ്. ഒരു ചണ്ഡാലൻ ഒരു ശ്രീ വൈഷ്ണവ ബ്രാഹ്മണോത്തമനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെടുക. കലികാല വൈപരീത്യം. തൊട്ടുകൂടാത്ത ഒരുവൻ മദ്യപിച്ച് വന്നൊരു ശ്രേഷ്ഠനായ വൈഷ്ണവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയുകയില്ല. ഞാനൊരു വൈഷ്ണവ ബ്രാഹ്മണനാണ്. നിങ്ങളൊരു ചണ്ഡാലനും. എൻ്റെ പേര് നാമാനന്ദൻ എന്നല്ല. നിങ്ങൾ എന്നോട് ബലാത്കാരമായി ഗുരുദക്ഷിണ ചോദിക്കുന്നതും ശരിയായ കാര്യമല്ല. അതിൽ കൂടുതൽ പറയാൻ എനിക്ക് കഴിഞ്ഞില്ല.
എൻ്റെ ശാന്തമായ വാക്കുകൾക്ക് അയാൾ വഴങ്ങിയില്ല. അയാളുടെ കണ്ണുകൾ എരിയുന്ന കക്ക പോലെ ചുവന്നിരുന്നു. അയാളുടെ മുഖഭാവം ആരിലും ഭയം ജനിപ്പിക്കും. അയാൾ കർക്കശമായി പറഞ്ഞു, നിങ്ങൾക്കെന്നെ അറിയില്ലെന്ന് കള്ളം പറയുകയാണ്. നിങ്ങളൊരു ഭ്രാന്തൻ നായിയെപ്പോലെ ചുറ്റിത്തിരിഞ്ഞ് എല്ലാതരം ആളുകളോടും തന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള സദ്ഗുരു എവിടെയുണ്ടെന്ന് അന്വേഷിക്കുന്നു. ബ്രാഹ്മണനായി ജനിച്ചു എന്ന അഹംഭാവം കൊണ്ട് നിങ്ങൾക്ക് സത്യത്തെ കാണാൻ കഴിയുന്നില്ല. ഞാനാണ് നിങ്ങളുടെ സദ്ഗുരു. ഞാൻ നിങ്ങൾക്ക് നാമാനന്ദൻ എന്ന സന്യാസനാമം നൽകുന്നു. കയ്യിലുള്ള പണമെല്ലാം ഗുരുദക്ഷിണയായി എനിക്ക് തന്ന് ഈ ജനങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് എന്നെ ഗുരുവായി അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇതിന് തയ്യാറാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഈ കത്തി കൊണ്ട് ഞാൻ നിങ്ങളുടെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി നിങ്ങളുടെ മാംസം ഞാൻ കുന്നുകൂട്ടും. ഞാൻ നിങ്ങളുടെ രക്തം കുടിക്കും. നിങ്ങളുടെ തല അടിച്ചു പരത്തും. നിങ്ങളുടെ പ്രാണനെ ദേഹത്തിൽ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല. ജീവചൈതന്യത്തെ ശരീരത്തിൻ്റെ ഓരോ തുണ്ടത്തിലും നിലനിൽക്കുവാൻ ഞാൻ അനുവദിക്കും. അങ്ങനെ നിങ്ങൾ അതികഠിനമായി നരകവേദന അനുഭവിക്കും. ഞാനുമായിട്ടുള്ള ഇടപാട് വളരെ കൃത്യമായിരിക്കണം. ഒന്നുകിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും മുക്കോടി ദേവതകൾ ഒന്നുപോലും നിങ്ങളെ രക്ഷിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഇങ്ങനെ ശക്തമായ വാക്കുകൾ പറഞ്ഞ് അയാൾ ഒരു കത്തി തൻ്റെ ഉറയിൽ നിന്ന് വലിച്ചെടുത്ത് എന്നെ കൊല്ലാനൊരുങ്ങി. ഗത്യന്തരമില്ലാതെ ഞാൻ തൊട്ടുകൂടാത്തവനായ അയാളുടെ മുന്നിൽ നമസ്കരിച്ചു. കയ്യിലുള്ള പണമെല്ലാം ഗുരുദക്ഷിണയായി കൊടുത്തു. ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകളെല്ലാം വെറും കള്ളക്കഥകളാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും എൻ്റെ ചിന്തകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് മനോഹരമായ, ആകർഷകമായ, മംഗളകരമായ ഒരു രൂപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യ മംഗളമൂർത്തി പറഞ്ഞു, ഞാൻ ശ്രീദത്തനാണ്. ഇപ്പോൾ ഞാൻ ശ്രീപാദ ശ്രീവല്ലഭ രൂപത്തിൽ പീഠികാപുരത്ത് അവതരിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്. ഞാൻ നിൻ്റെ സ്വത്താണ്, നീ എൻ്റെ സ്വത്താണ്. നമ്മെ ഒരുമിപ്പിച്ചത് സച്ചിത് ആനന്ദമാണ്. ഇന്നു മുതൽ നീ ധർമ്മപ്രചാരണം ചെയ്ത് ശാശ്വത സമാധാനം നേടൂ. നീ ഭൂമി വിടുമ്പോൾ എന്നിലേക്കെത്തും. ശ്രീപാദൻ നാമാനന്ദന് തൻ്റെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. ശ്രീമാൻ, ഇപ്രകാരം ഞാൻ നാമാനന്ദൻ എന്ന സന്യാസിയായി. പീഠികാപുരത്ത് പോയി ശ്രീപാദനെ ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആളുകൾ എന്നെക്കുറിച്ച് വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞു. ഇയാൾക്ക് ഭ്രാന്താണ്. ഒരു ബ്രാഹ്മണനായ ഇയാൾ ഒരു ചണ്ടാലനെ ഗുരുവായി സ്വീകരിച്ചു. ഗുരുദക്ഷിണ കൊടുത്തു. ഇയാൾ തൊട്ടുകൂടാത്തവനാണ്. ഇയാൾക്ക് ഭിക്ഷ കൊടുക്കുന്നത് ധർമ്മശാസ്ത്രത്തിന് നിരക്കാത്തതാണ്. പീഠികാപുരത്തെ ബ്രാഹ്മണർ ഇങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് ആരും എനിക്ക് ഭിക്ഷ തന്നില്ല. ബോധപൂർവമല്ലാതെ ഞാൻ അപ്പലരാജ ശർമ്മയുടെ ഗൃഹത്തിലേക്ക് നടന്നു. ഞാൻ വളരെയധികം ക്ഷീണിച്ചിരുന്നു. ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറയാൻ വാ തുറക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു. ആ സമയത്ത് ശ്രീപാദൻ ഒരു തളികയിൽ ഭക്ഷണവുമായി വാതിൽ തുറന്ന് പുറത്തു വന്നു. എന്നെ ഗൃഹത്തിൻ്റെ തിണ്ണമേൽ ഇരുത്തി തൻ്റെ അമൃതമയമായ കൈകൊണ്ട് എന്നെ ഊട്ടി. അതിനുശേഷം ഉദാരമായ അനന്തശക്തിയുള്ള തൻ്റെ കൈ എൻ്റെ തലയിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഏർപ്പാട് ചെയ്യപ്പെടും. ഒന്നിനെക്കുറിച്ചും വേവലാതി വേണ്ട. പാറകൾക്കിടയിൽപ്പെട്ട ഒരു തവളയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തിന് നിങ്ങളെ പരിപാലിക്കുവാൻ കഴിയുകയില്ലേ? നിങ്ങൾ എവിടെയായാലും ഞാൻ അദൃശ്യനായി കൂടെ ഉണ്ടാകും. കൺപോള കണ്ണിനെ എന്ന പോലെ ഞാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും. ഈ വാക്കുകളാൽ ധൈര്യം പകർന്ന് അദ്ദേഹം യാത്ര പറഞ്ഞു. അന്നു മുതൽ ഞാൻ ഒരു സന്യാസിയായി സ്വതന്ത്രമായി സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ ദിവ്യഹസ്തങ്ങൾ എപ്പോഴും എന്നെ കാക്കുന്നു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.